ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു നഴ്സിംഗ് ഹോമിലെ കെയറേഴ്സിൻ്റെ ഡ്യൂട്ടീസ്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് 2 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, ഹോസ്പിറ്റലിലെ കെയറേഴ്സിൻ്റെ ഡ്യൂട്ടി. സോ ഹോസ്പിറ്റലിലെ കെയറേഴ്സിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് സ്ട്രെയിറ്റ് വീഡിയോയിലേക്ക് പോകാം. നഴ്സിംഗ് ഹോമിലെ പോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്ക് ആദ്യം ഹാൻഡ് ഓവർ എടുക്കുകയാണ്. പിന്നെ അവരവരുടെ പേഷ്യൻസിനെ അസൈൻ ചെയ്ത് കൊടുക്കും നഴ്സസ്. അതനുസരിച്ച് അവരെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പോകും. ആദ്യം നഴ്സിംഗ് ഹോമിലെ പോലെ തന്നെ ഷവറും അതുപോലെ അപ്പ് ചെയ്യാനുള്ള പേഷ്യൻസിനെയൊക്കെ അപ്പ് ചെയ്യുകയൊക്കെയാണ്. ചിലർക്ക് വാഷായിരിക്കും, ചിലർക്ക് ഷവറായിരിക്കും. പിന്നെ അതിനുശേഷം ഫീഡ് ചെയ്യും. അതിന് ഫീഡിങ്ങിന് സ്പെഷ്യൽ റൂമൊന്നുമില്ല, അവരവരുടെ റൂമിലൊക്കെ തന്നെ ഫീഡ് ചെയ്യും പേഷ്യൻസിനെ. അതിനുശേഷം അസിസ്റ്റൻസ് വേണ്ട പേഷ്യൻസിനെ ഫീഡ് ചെയ്യും. ടോയ്ലറ്റിംഗ് ഒക്കെ ചെയ്യേണ്ടവരെ ഇടയ്ക്ക് ടോയ്ലറ്റിംഗ് ഒക്കെ ചെയ്യും. പിന്നെ ചിലപ്പോൾ പേഷ്യൻസിൻ്റെ കൂടെ എന്തെങ്കിലും സ്കാനിങ്ങിനോ എക്സ്റേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പോൾ അങ്ങനെ കൂടെ പോകും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ പേഷ്യൻറ്റിനെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫറിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സിന് പുറത്തോട്ട് കൊണ്ടുപോകുമ്പോഴോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പം പേഷ്യൻസിൻ്റെ കൂടെ കെയറേഴ്സിന് പോകേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ ഞാൻ നഴ്സിംഗ് ഹോമിൻ്റെ ഇതിൽ പറയാനും വിട്ടുപോയി, ഏതെങ്കിലും പേഷ്യൻ്റൊക്കെ സിക്ക് ആവുകയാണെങ്കിൽ ആ നഴ്സിംഗ് ഹോമിലെ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പം ചിലപ്പം പേഷ്യൻസിൻ്റെ കൂടെ ആംബുലൻസിൽ പോകേണ്ടി വരും. സോ ആ ഒരു ഡ്യൂട്ടിയും കൂടെ കെയറേഴ്സിനുണ്ട്. സോ അത്രയൊക്കെയാണ് ഹോസ്പിറ്റലിൽ കെയറേഴ്സിൻ്റെ ഡ്യൂട്ടി. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാഫ് വരും. അപ്പം അവർക്ക് ആ പേഷ്യൻസിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഹോസ്പിറ്റലിലെ കെയറേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. യൂഷ്വലി ഹോസ്പിറ്റലിൽ കെയറേഴ്സ് കുറവാണ്, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലിൽ നഴ്സസിനാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റെസ്പോൺസിബിലിറ്റീസ്, കെയറേഴ്സിനല്ല. പക്ഷേ നഴ്സിംഗ് ഹോമിൽ വരുമ്പോഴത്തേക്ക് കെയറേഴ്സിന് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. സോ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.